ഞാനിങ്ങോട്ട് വരുമ്പോ ഒരാൾ മുറി അടിച്ചു വരുമായിരുന്നു. എന്നെ കണ്ടിട്ട് മറഞ്ഞു നിൽക്കുന്നത് ഞാൻ അറിഞ്ഞില്ലെന്നാ വിചാരം. അയ്യോ, ഞാൻ മറഞ്ഞു നിന്നല്ല കണ്ണ. ഇവിടെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടേ അവിടെ വൃത്തിയാക്കാൻ വേണ്ടി പോയതാ. കിടന്നുരുളണ്ട. സാധാരണ ഞാൻ ഇവിടേക്ക് വരുമ്പോ അമ്മ ജോലി ചെയ്യുന്നതാണ് കാണാറ് പതിവ്. അമ്മയ്ക്ക് എന്തെങ്കിലും സുഖമില്ലാണ്ട് കിടക്കണോ? അയ്യോ അല്ല, ഇനി ഭാരിച്ച പണിയൊന്നും കനകേച്ചെ കൊണ്ട് ചെയ്യിക്കണ്ടെന്നാ ഞങ്ങളുടെ തീരുമാനം. ദീപേട്ടനും പറഞ്ഞു അപ്പച്ചിയെ നന്നായിട്ട് നോക്കണോന്ന്. ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ദീപം പറയുന്ന വാക്കിനാണല്ലോ ഇവിടെ എല്ലാരും വില കൊടുക്കുന്നത്. പിന്നെ എന്തിനാടി അവനെ ഇട്ട് കോലം കെട്ടിക്കുന്നത്? റബ്ബർ സ്റ്റാമ്പ് പോലൊരു ഭർത്താവ്, അവനെ അങ്ങ് കളഞ്ഞൂടെ? ഉണ്ണിയെ ഇവക്ക് ജീവനാ. ദീപനെ ജീവന്റെ ജീവനും. ആ അതെന്തെങ്കിലോട്ടെ. അമ്മയോടെ എന്താ ചോദിച്ചത് കേട്ടില്ലേ? ഇപ്പൊ അപ്പച്ചി അതിരാവിലെ എണീക്കും. കുളി കഴിഞ്ഞ് പൂജാമുറി തൊഴുതു കഴിഞ്ഞാ പിന്നെ ചെലപ്പോ അമ്പലത്തിൽ പോവും. ആയിക്കോട്ടെ. ഇപ്പൊ ഇവിടെ ഉണ്ടോ? ഇല്ല, അമ്പലത്തിൽ പോയിരിക്കുക. അന്നൊരു ദിവസം അമ്മ വീട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. അവിടെ വന്ന് ആഹാരം കഴിച്ചതേ ഉണ്ണിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഉണ്ണിയൊന്ന് വിലക്കിയായിരുന്നു. അതുകൊണ്ടാ നിന്നെ കണ്ട് വെട്ടപ്പെടാതെ മാറി നിൽക്കുന്നത്. അമ്മ വന്ന് ആഹാരം കഴിച്ചത് അന്യ വീട്ടിൽ നിന്നല്ലോ, മൂത്ത മകന്റെ വീട്ടിൽ നിന്നല്ലേ? എന്നാലും മൂത്ത മോനും ഇളയ മോനും തമ്മി ഇപ്പൊ ബദ്ധവൈരികളാണല്ലോ. അവനെ അനിയനായിട്ട് അംഗീകരിക്കുന്നെങ്കിൽ മാത്രമേ എനിക്ക് ശത്രുതയുടെ ആവശ്യമുള്ളൂ. അവനും ഞാനും തമ്മിൽ ഇപ്പൊ ഒരു ബന്ധവുമില്ല. പിന്നെ ഈ വീട്ടിലേക്ക് എന്നെ വരാൻ പ്രേരിപ്പിക്കുന്നത് എന്റെ അമ്മയാ. അമ്മ ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അതിന്റെ ഒരു കുറ്റബോധത്തിലെ അമ്മയുടെ ജീവിതം. അത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇവിടെ കിടന്ന് കയ്പുനീര് കുടിക്കുന്നുണ്ടെങ്കിൽ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള ബാധ്യത എനിക്കില്ലേ? എന്തെങ്കിലും കഷ്ടപ്പാട് അപ്പച്ചിക്കുണ്ടെങ്കിൽ അത് കണ്ണേട്ടനോട് പറയാണ്ടിരിക്കോ? നീ തന്നെ പറഞ്ഞല്ലോ മുറ്റം അടിക്കുന്നതൊക്കെ കനകേച്ചിയായിരുന്നെന്ന്. അതുപോലും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ കനകേച്ചിക്ക് ഇവിടെ പരമസുഖമാണെന്ന് അർത്ഥം. അത് അമ്മയല്ലേ പറയേണ്ടത്? പറയേണ്ട ആളത് പറയുമ്പോഴേ അത് വിശ്വസിക്കാൻ പറ്റൂ. കണ്ണം വരുമ്പോഴൊക്കെ ചേച്ചി എങ്ങോട്ടെങ്കിലും ഒക്കെ മാറുക. ഇപ്പോ അമ്മ അമ്പലത്തിൽ പോയിന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? ഞാൻ അവിടെ പോയി കണ്ടോളാം. ഏത് അമ്പലത്തിലേക്കാ പോയത്? ഏതമ്പലത്തോട്ടാ മോളെ പോയത്? ചേർത്തേടത്തോട്ടാണോ അതോ മറ്റേ നാഗത്താങ്കാവിലേക്കാണോ? ഒന്നും പറഞ്ഞില്ല. ഇന്നലെ കുടുംബക്ഷേത്രത്തിൽ പോയോണ്ട് ഇന്ന് ചിലപ്പോ മറ്റേതെങ്കിലും അമ്പലത്തിലാവും. സ്വഭാവം മൊത്തം മാറിയില്ലേ കണ്ണ? അതുകൊണ്ട് ഇപ്പൊ പൂജയും പ്രാർത്ഥനയായിട്ട് കഴിയുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങളെ പ്രാകുന്നുണ്ട്. എന്ത് കണ്ടാലും കേട്ടാലും ഒന്നും മിണ്ടണ്ടെന്ന നിലപാടില്ല ഞങ്ങള്. പിന്നെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലും ഉണ്ണിയെ പറയത്തുള്ളൂ. സ്വന്തം തറവാട്ടിൽ തന്നെ മരണം വരെ കഴിയണമെന്നാ ഏതൊരു അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം. അതെങ്കിലും ഒന്ന് അനുവദിക്കാൻ പറ അവനോട്. ഞാനും പവിത്രയും അമ്മ എപ്പോ വന്നിരുന്നാലും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാ. അമ്മ ഇപ്പൊ പഴയ ആളല്ലെന്ന് ഞങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാ. അതുകൊണ്ടേ നിങ്ങളിപ്പോ പറഞ്ഞത് സത്യമാണെങ്കിലും അല്ലെങ്കിലും അമ്മയെ സഹിക്കാൻ വയ്യാതായി കഴിഞ്ഞാ കൊല്ലരുത്. ഇനി വിട്ടു തന്നേക്കണം. കേട്ടോ പറഞ്ഞത്? എവിടുന്നെടുത്തിട്ട് വിട്ടുകൊടുക്കാനാ? ആ കിളവി ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് ആർക്കറിയാം? ഇത് വല്ലാത്തൊരു ടെൻഷൻ ആയല്ലോ അമ്മേ. മൊത്തത്തിൽ അവരുടെ പോക്ക് ബാധിച്ചത് എന്നെയാ. ഈ കണ്ണി ചോരയില്ലാത്തവന്മാരൊക്കെ വരുമ്പോ ഭയന്ന് മാറി നിൽക്കണം. ഇനി അവന്മാര് വരാത്തപ്പോഴോ വീട്ടുജോലി മുഴുവൻ ചെയ്യണം. എന്തൊക്കെ പറഞ്ഞാലും മൂത്തവന് അമ്മയോട് സ്നേഹ, ഇളയവനാ അതില്ലാത്തത്. ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ വിട്ടിട്ട് കഷ്ടപ്പെടുത്തൂ? ഒരു ജോലിക്കാരി വെക്കത്തില്ലായിരുന്നോ? ജോലി ചെയ്ത് എന്റെ നടുവിന് വരെ എന്നോട് ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇനി അത് പണി മുടക്കിയ ഞാൻ കിടപ്പിലെങ്ങാനും ആയ മോളും മരുമോനും പഠിക്കും.
വന്നിട്ട് പോയി പുന്നാരച്ചേട്ടൻ ഭീഷണി മുഴക്കിയിട്ട്. അമ്മയെ തിരക്കാ വന്നത്. അമ്മ അമ്പലത്തിൽ കാണൂന്ന് പറഞ്ഞു. ഇനിയിപ്പോ അമ്പലത്തിലേക്കായിരിക്കും നേരെ വെച്ച് പിടിച്ചത്. അവിടെ പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് വരുമെന്ന് അറിഞ്ഞൂടാ. അമ്മയെ തിരക്കാ വന്നത്. അമ്മ അമ്പലത്തിൽ കാണൂന്ന് പറഞ്ഞു. ഇനിയിപ്പോ അമ്പലത്തിലേക്കായിരിക്കും നേരെ വെച്ച് പിടിച്ചത്. അവിടെ പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് വരുമെന്ന് അറിഞ്ഞൂടാ. അവര് ഇവിടെ ആരും കൊന്നിട്ടൊന്നുമില്ലല്ലോ. എവിടെയെങ്കിലും പോയി ചത്തില്ലെങ്കിലേ ഒന്ന് പോയി കണ്ടുപിടിച്ചൂടെ? എവിടെ പോയി കണ്ടുപിടിക്കാനാ? അവര് തിരികെ എത്തിയില്ലെങ്കിൽ നമ്മളെ കൊന്ന് പുഴയിൽ കെട്ടിത്താഴ്ത്തിന്ന് എല്ലാരും സ്ഥാപിക്കും. അങ്ങനെയെങ്കിൽ പുഴയെ മുങ്ങി തപ്പട്ടെ, അപ്പൊ അറിയാലോ അവിടെ ഉണ്ടോന്ന്. ഇതിപ്പോ വലിയ ശല്യമായി തീർന്നിരിക്കുക. മനുഷ്യന് ഒരു സ്വസ്ഥതയില്ലാതായി. നീ ടെൻഷൻ അടിക്കാതിരിക്കും. ഞങ്ങളോടാ വന്ന് ഓരോന്ന് ചോദിക്കുന്നത്. ജയിലിൽ കിടന്ന് അറപ്പ് മാറിയതാ. ഇനി വല്ല കഴുത്തു അർത്താലോ? കഴുത്തിറക്കാൻ അയാളാരാ? ആരാച്ചാരോ? ആ ഇപ്പൊ ആരാച്ചാരുടെ മനസ്സൊക്കെ ആയിരിക്കും. അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. ഇനി എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വരുമെന്നാ എന്റെ പേടി. അവിടെ വന്ന അയാൾ അഴിഞ്ഞാടും, കൾച്ചർ പോലും ഇല്ലാതെ. കൂടെ ആ പപ്പനും കൂട്ടിനുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അങ്ങനെ വന്നാലേ ഞാൻ പോലീസിനെ വിളിക്കും. ആ അതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. അയാളും അയാളുടെ കൂട്ടുകാരും ജയിലിൽ കിടന്ന അത്രയും സമാധാനം. ഇന്ന് അയാള് വന്നപ്പോ അപ്പച്ചി അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞു. നാളെ വരുമ്പോ ആ കള്ളം ആവർത്തിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്കിപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതായി നിങ്ങളുടെ അമ്മ കാരണം. എവിടേക്ക് ഇറങ്ങിയാലും എല്ലാരും ചോദിക്കുക കണ്ണന്റെ അമ്മ എവിടെയെന്ന്. കണ്ണന്റെ അമ്മ എവിടെയെന്ന് ഉണ്ണിയുടെ ഭാര്യയോടാണോ ചോദിക്കുന്നേ? അവർ ഈ പ്രായത്തിലെ സന്യസിക്കാൻ പോയി കാണും. ഞാനിപ്പോ പത്രത്തിൽ വരുന്ന അജ്ഞാത ജഡങ്ങളെ നോക്കുക. എനിക്ക് പേടിയുണ്ട് അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. മരിച്ചെന്ന വാർത്ത കേട്ടാലും ഇങ്ങോട്ടായിരിക്കും അയാൾ ഓടി വരുന്നത്, ജീവിച്ചിരിക്കുന്നവരൊക്കെ കൊല്ലാൻ. അമ്മ തന്നെ എല്ലാത്തിനും കാരണം. ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കാതെ അവിടെ പോയിരിക്കുന്നു ആഹാരം കഴിക്കാൻ. അതുകൊണ്ടാ ഞാനന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചത്. അല്ല, അമ്മയെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഇപ്പൊ അമ്മ പോയപ്പോ വീട്ടുജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ മാമി. അത് നേരത്തെ ആകാൻ പാടില്ലായിരുന്നു. അമ്മയൊന്ന് സഹായിച്ചാൽ മതിയായിരുന്നല്ലോ. എന്നാ അമ്മയുടെ ജോലിഭാരം കുറയുകയും ചെയ്തേനെ, ഇവിടെ നിർത്താനും പറ്റിയേനെ. ഇനി സ്വയം അമ്മയെ ന്യായീകരിക്കല്ലേ? അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും അവരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ തോന്നും. നീയും ഞാനും ഒന്നിക്കാൻ വേണ്ടി കണ്ണേട്ടനെയും മറ്റുള്ളവരെയും ശത്രുക്കളാക്കിയ കൂട്ടത്തിലെ അമ്മ. പവിത്രയുടെയും കാർത്തൂനെയും പുറത്താക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യം കാട്ടിയതും അമ്മ തന്നെയാ. എന്നിട്ടിപ്പൊ അവരെ പറ്റി ഒരു കുറ്റം പറച്ചിലും ഇല്ല. പറയുന്നത് മൊത്തം എന്നെ എന്റെ അമ്മയും കുറിച്ച്. എല്ലാവരെയും ഇറക്കി വിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തപ്പോ നമ്മൾ സ്നേഹിക്കുന്ന അമ്മ കരുതിയത്. എന്നിട്ട് അതുണ്ടായില്ല. ഒരു പരാജയം വന്നപ്പോ അപ്പച്ചിയെ ഉണ്ണേട്ടൻ പറഞ്ഞതൊന്നും മറക്കരുത്. അവരിറങ്ങിപ്പോയതിന്റെ തലേന്ന് രാത്രി അവരെ പുറത്തിരുത്തിയെങ്കിൽ അതിന്റെ കാരണം ഉണ്ണിയേട്ടനാ. എന്റെ അമ്മയെ തിളപ്പിച്ചത് ഉണ്ണിയേട്ടൻ തന്നെയാ. അതിന്ന് രക്ഷപ്പെടാന്ന് കരുതണ്ട. അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പിക്കാം. ഇപ്പൊ ചെന്നപ്പോ അമ്പലത്തിൽ പോയിട്ടുണ്ടെന്നാ പറഞ്ഞേ. അവിടെ ചെന്നപ്പോട്ട് കാണുന്നുമില്ല. എന്താ ഇങ്ങനെ? കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് പാപ്പ. അന്ന് നിന്റെ വീട്ടിൽ വന്ന് പോയ ശേഷം ആരും അമ്മയെ കണ്ടിട്ടില്ല. ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയപ്പോ അവിടുത്തെ ജീവനക്കാരോടൊക്കെ ചോദിച്ചതാ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അമ്മ വന്നോന്ന്. ഇല്ലെന്നാ അവരും പറയുന്നേ. ഇനി അമ്മ അവിടെ ഇല്ലേ? ഇല്ലെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ അമ്മയൊന്ന് കാണാൻ സംഭവിച്ചൂടെ? കണ്ണേട്ടാ, ഞാൻ ഏതായാലും അങ്ങോട്ടൊന്ന് പോവാ. നീ വാ. നീ ആ കാര്യങ്ങൾ ശരിക്കും അറിഞ്ഞിട്ട് വേണം വരാൻ. എനിക്ക് നല്ല സംശയമുണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ. എന്നോട് വിജിതയ്ക്ക് കള്ളം പറയേണ്ട കാര്യമില്ല കണ്ണേട്ടാ. അങ്ങനെ അവള് പറഞ്ഞാൽ എന്താ ഫലമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അന്നത്തെ അമ്മയുടെ ആ വരവ് അത്രയ്ക്ക് ദയനീയമായിരുന്നു. എന്നോട് അമ്മയ്ക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മ എന്നോടും പവിത്രയോടും കാണിച്ചതൊക്കെ ഒരു അമ്മയും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികളായതുകൊണ്ട് എന്നോടൊന്നും പറഞ്ഞില്ലെന്ന് മാത്രം. ഇനി നിന്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചതിന്റെ പേരിൽ അമ്മയെ തല്ലോ മറ്റോ ചെയ്ത് കാണും. അമ്മ കിടപ്പിലായിരിക്കും. അല്ല, അതിനുള്ള സാഹചര്യം തള്ളിക്കളയാൻ പറ്റില്ല. ഈ പിടിച്ച് തള്ളുകയോ മറ്റോ ചെയ്തപ്പോൾ എവിടെങ്കിലും പോയി വീണ
എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാതായെന്ന് വരാം. എന്തായാലും അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അമ്മയെ നേരിൽ കണ്ടേ പറ്റൂ. ആ, അതിനുള്ള അവസരം ഉണ്ടാക്കാൻ കണ്ണേട്ടാ. കണ്ണേട്ടനൊന്ന് സമാധാനമായിട്ടിരിക്കും. ഇനി വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കാണുമോന്നാ എന്റെ പേടി. ആ, അങ്ങനെയെങ്കിൽ നിന്റെ വീട്ടിലേക്ക് വരാതിരിക്കുവോ? നാണക്കേട് കൊണ്ട് ചിലപ്പോൾ വരില്ല പാപ്പ. ഗത്യന്തരമില്ലാതെ എൻ്റെ അടുത്തേക്ക് വന്നാലും ഞാനൊന്നും പറയില്ല. പക്ഷെ അമ്മ ചെയ്തതൊക്കെ അമ്മയെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് വല്ല അമ്പലനടയിലും പോയി ഇരിക്കുകയാണെന്നും പറയാൻ പറ്റില്ല. ആ, ഏട്ടൻ വിഷമിക്കണ്ട. ഞാൻ ഏതായാലും പോയി അന്വേഷിക്കാം. ഇനിയിപ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിജിതയെ കൊണ്ട് പറയിപ്പിക്കാം. അമ്മമാർ എത്ര ദുഷ്ടരാണെങ്കിലും അവശത വരുമ്പോൾ തള്ളിക്കളയാൻ പറ്റൂടാ. 2 ദിവസമായിട്ട് നല്ല ഉറക്കമില്ല. അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാ. അമ്മയ്ക്ക് എന്തോ സംഭവിച്ചെന്ന് മനസ്സ് പറയാ. അയ്യോ, ഉണ്ണിയേട്ടൻ എവിടെയുണ്ട്? അതെന്താ, പകൽ സമയത്ത് ഞാനോട് വന്നിട്ടുണ്ടല്ലോ. എന്നോട് സംസാരിക്കുന്നതിനും എന്നെ അകത്ത് കെട്ടി സൽക്കരിക്കുന്നതിനും ഉണ്ണിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇടീ, നമ്മൾ തമ്മിൽ ബൈക്കിൽ ചുറ്റിയടിച്ചിരുന്നപ്പോഴും അവന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെന്ത് ഇപ്പൊ ഒരു പ്രശ്നം? അല്ല, അവനുണ്ടായാലും ഇവിടെ വരണമെന്നല്ല നീ പറഞ്ഞിരിക്കുന്നത്. അതെ, എന്നാലും ഇന്നെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒന്നുമില്ല ദീപേട്ടാ. എങ്കി പറ, കണ്ണേട്ടന്റെ അമ്മയോടെ. നീയും നുണകൾ മാത്രം ശീലിച്ച കരണിന്റെ കെട്ടിയോളും അമ്മ അമ്പലത്തിലാണെന്ന് പറഞ്ഞു കണ്ണേട്ടൻ വന്നപ്പോ. എന്നാ ഒരമ്പലത്തിലും അമ്മയെ കണ്ടിട്ടില്ല. ഏതമ്പലത്തിലേക്കാ പോയെന്ന് ഞങ്ങളോട് പറഞ്ഞില്ല. ഇപ്പൊ അകത്തുണ്ടോ? അത് പിന്നെ ആ, ദീപനോ? എന്തൊക്കെയുണ്ട് ദീപ വിശേഷങ്ങൾ? ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. ആ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുന്നുണ്ട്. ഡോക്ടർ രാവിലെ പോയ രാത്രിയിലേ തിരിച്ചെത്തൂ, അതുകൊണ്ടാ കാണാത്തെ. അല്ല ഡോക്ടറെ, ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ പോകുന്നു? വലിയ നഷ്ടത്തിലാ ദീപ. ബാങ്ക് ലോൺ പോലും അടയ്ക്കാൻ പറ്റുന്നില്ല. ജപ്തി ഭീഷണി നേരിട്ടോണ്ടിരിക്കുവോ. പിന്നെ ഇവളുടെ ഒരു 3.5 ഏക്കർ വെറുതെ കിടക്കുക. അത് വിറ്റ് ബാങ്കിന്റെ ബാധ്യതയൊക്കെ തീർക്കണം. ഹോസ്പിറ്റലൊക്കെ ഒന്നുകൂടി മോഡിഫൈ ചെയ്യണം. അല്ല ഡോക്ടർ, അമ്മ അകത്തുണ്ടോ? എന്താ ഡോക്ടറെ, അമ്മ ഇവിടെ ഇല്ലേ? ഇല്ല, ഇപ്പോ അധിക സമയം ഇവിടെ ഇരിക്കാറില്ല. പുറത്ത് ചുറ്റല. ഇവളുടെ അമ്മ ജോലി ചെയ്യുന്നതുകൊണ്ട് വീടിനകത്ത് ഇരിക്കുന്നത് മുഴിച്ചിലാണെന്നാ പറയുന്നത്. ഓ, ദീപൻ ഇങ്ങോട്ട് വരുന്നതും ഇവളുടെ കൂടെ കമ്പനി കൂടുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. എന്നാൽ താല്പര്യമില്ലാത്തൊരു കാര്യമുണ്ട്. കണ്ണേട്ടന്റെയും ആ പപ്പന്റെയും കൂടിയാ ദീപൻ ഏത് നേരവും. അത് അത്ര നല്ലതല്ല. 1-2 തവണ ഞാൻ ആ തട്ടുകടയുടെ മുന്നിലൂടെ വന്നപ്പോ ദീപനോടെ ഉണ്ടായിരുന്നു. ഞാൻ മിക്ക സമയത്തും അവർക്കൊപ്പം തന്നെ. കണ്ണേട്ടൻ ജയിലിൽ കിടന്നത് കണ്ണേട്ടൻ ചെയ്ത കുറ്റത്തിനല്ല. ആരാണ് അതിലെ പ്രതിയെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ കണ്ണേട്ടൻ മദ്യപിക്കില്ല, പുകവലിക്കില്ല, മറ്റു ദുശീലങ്ങളൊന്നുമില്ല. പപ്പേട്ടനും അങ്ങനെ തന്നെയാ. അതുകൊണ്ട് അവർക്കൊപ്പം ഞാൻ നടക്കുന്നതിൽ എന്താ ഡോക്ടറെ തെറ്റ്? തെറ്റും ശരിയൊന്നും ഞാൻ നോക്കുന്നില്ല ദീപ. ഇവളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ചുറ്റി തിരിയുന്നത് എനിക്കിഷ്ടമല്ല. എന്നാ പിന്നെ വിജിതയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ കട്ട് ചെയ്തോളാം. ഞാൻ ഒരാളായിട്ട് അടുക്കുന്നത് അയാളുടെ സ്വഭാവം കണ്ടിട്ടാ. സഹകരിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ അവരെ സുഹൃത്തുക്കളാക്കും. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവൻ പോലും കളയും. ഇപ്പൊ കണ്ണേട്ടന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാ. കണ്ണേട്ടൻ കുറച്ച് ദിവസമായിട്ട് വിഷമത്തിലാ അമ്മയുടെ കാര്യത്തിൽ. അമ്മയോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നെങ്കിലേ ജയിലിൽ നിന്ന് വന്നപ്പോ അങ്ങേരെ അമ്മയെ വന്ന് വിളിച്ചോണ്ട് പോകാത്തെന്താ? അങ്ങനൊന്നും പറയരുത് ഡോക്ടറെ. ചരിത്രം കുറെയൊക്കെ എനിക്കും അറിയാം.
അമ്മയ്ക്ക് വേണ്ടി ഇത്രയധികം വേദനിക്കേണ്ട കാര്യം പോലും കണ്ണേട്ടനില്ല. ഹ. എന്നാൽ അവസാനമായിട്ട് നിങ്ങളുടെ അമ്മയെ കാണുമ്പോൾ കണ്ണേട്ടൻ അമ്മയോട് ദയ തോന്നി. അമ്മയുടെ അവസ്ഥ തീരെ മോശമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് കൂടെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ടായി. അതേപ്പറ്റി ഞങ്ങളോട് പറയുകയും ചെയ്തു. അതിൽ പിന്നെ കണ്ണേട്ടൻ അമ്മയെ കണ്ടിട്ടില്ല. ഇനിയിപ്പോ കൂടെ വിടുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷെ ഒന്ന് കാട്ടിക്കൊടുത്തൂടെ? അമ്മയ്ക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അമ്മ അങ്ങോട്ടേക്ക് പോകും. അല്ലാതെ ഞങ്ങൾ പോയി കാട്ടിക്കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാ ശരി. അവന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വ്യത്യാസമുണ്ടല്ലോ. ഉണ്ണിയേട്ടൻ ഇതിനെ ദീപേട്ടനായിട്ട് ഉടക്കിയത്. എനിക്കിഷ്ടമില്ലാത്തവരോട് സഹകരിക്കുന്നവര് ഇവിടെ വരുന്നതിനോടും എനിക്ക് താല്പര്യമില്ല. നീയുമായിട്ട് സൗഹൃദം കൂടുന്നതിനോടും. എനിക്ക് സുഹൃത്തുക്കളാക്കണമെന്ന് തോന്നുന്നവരെ ഞാൻ സുഹൃത്തുക്കളാക്കും. അതിൽ ഉണ്ണിയേട്ടൻ ഇടപെടണ്ട. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടോ, ഉണ്ണിയേട്ടൻ ആരെങ്കിലും കാണുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ. സൗന്ദര്യമുള്ള നഴ്സുമാരെയും ഡോക്ടർമാരെയും ഒക്കെ അവിടെ വെച്ചിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു. പലരും അതേപ്പറ്റി എന്നോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടോ ഒളിഞ്ഞു നോക്കാൻ? എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടരുത്. പെണ്ണുങ്ങളുടെ കാര്യവും പറഞ്ഞ് ഇങ്ങനെ വഴക്ക് വേണോ വിജി? ആരെ വഴക്ക് തുടങ്ങിയത്? ഞാൻ ആരെ കാണണം കാണണ്ടെന്നൊക്കെ പറയാതെ എത്രയും പെട്ടെന്ന് ഉണ്ണിയേട്ടൻ അമ്മയെ കണ്ടെത്താൻ നോക്ക്. അല്ലെങ്കിലേ ഇതുപോലെ ഓരോരുത്തർ വരും ചോദ്യങ്ങളുമായിട്ട്. അമ്മയുടെ കാര്യവും പറഞ്ഞ് കണ്ണേട്ടൻ വരുന്നത് മനസ്സിലാക്കാം. ഇവനൊക്കെ എന്തിനാ വരുന്നത്? അതിന്റെ കാരണം ദീപേട്ടൻ പറഞ്ഞല്ലോ. ചേച്ചിയെ കണ്ടോ? എവിടെയില്ല. മൂത്ത മോൻ പലതവണ വീട്ടിൽ വന്നു. അപ്പോഴൊക്കെ ഓരോന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കുകയായിരുന്നു. കനകച്ചിയെ നീ നിന്റെ മോളും കൂടി കൊന്നതാണോടി? അങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിലേ നട്ടല്ലില്ലാത്ത ഒരു മോനുണ്ടല്ലോ അവർക്ക്, അവനും കൂട്ട് നിന്ന് കാണും. ദേ, ജയിലിൽ കിടന്നോണ്ട് അനാവശ്യം പറയരുത്. ഞാൻ അറിയുന്നുണ്ടടി ഓരോരോ കാര്യങ്ങളൊക്കെ. ശിവദാസനുമായിട്ട് ഇപ്പോഴും അമ്പലത്തിൽ വെച്ച് കാണാറുണ്ടോ? ശിവദാസനോ? നിനക്കറിയില്ലേ മഠത്തിൽ കിഴക്കേതിൽ ശിവദാസനെ? അങ്ങേരെ അറിയാം. ആ, അങ്ങേരെ ഞാൻ കണ്ടിട്ട് മാസങ്ങളായി. ദേ കള്ളം പറയരുത്. നീ അടുത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ലേ? ആ, ആ, ഇടയ്ക്ക് അമ്പലത്തിൽ തൊഴാൻ പോയപ്പോ കണ്ടിരുന്നു. ശരിയാ, അന്ന് ഞാൻ കുറച്ച് പൈസ കടം ചോദിച്ചിരുന്നു. കേട്ട പാതി കേക്കാത്ത പാതി അവൻ സഹായിച്ച് കാണും ഇല്ലേ? സഹായിക്കുമെന്ന് പറഞ്ഞു, സഹായിച്ചിട്ടില്ല. എന്നാ പേടിക്കണ്ട, അവൻ സഹായിക്കും. ഞാൻ ജയിലിൽ നിന്ന് വരുമ്പോ നിന്നെ കാണാൻ എവിടേക്ക് വരണം? മതിലകത്ത് വരണോ, മഠത്തിൽ കിഴക്കേതിലേക്ക് വരണോ? അല്ല, കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു വെക്കാനാ. എനിക്കറിയാം, ആ മൊട്ടത്തലേനായിരിക്കും ഇതൊക്കെ വന്ന് പറഞ്ഞത്. അയാളെന്റെ പിന്നാലെ നടക്കുക മനുഷ്യ. വിശ്വൻ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വേറെ ആരാ നിങ്ങളെ കാണാൻ വരുന്നത്? ശിവദാസൻ ചേട്ടനാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അങ്ങേരുടെ വീട്ടിലോട്ട് പോവുക. എടി, അയാളും നീയുമായിട്ട് അടുപ്പമാണെന്ന് അയാൾ നിന്നോട് പറയൂടി. എന്നാ പിന്നെ വിശ്വം തന്നെയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ പറയാൻ സാധ്യതയുള്ളത് പപ്പനോ കണ്ണനോ ആയിരിക്കും. അവന്മാരൊന്നും എന്നെ കാണാൻ വരാറില്ല. സാധാരണ അമ്മമാരുടെ വഴിക്ക് ആ മക്കള് പോകുന്നത്. ഇവിടെ തിരിച്ചാന്നാ തോന്നുന്നത്. മകളുടെ വഴിയെ നീ പോകുമല്ലേ സുധേ? ജയിലിൽ കിടക്കുമ്പോഴെങ്കിലും നിങ്ങക്ക് നല്ലത് ചിന്തിച്ചൂടെ മനുഷ്യ? ഞാനിവിടെ കടം തീർക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. എല്ലാം പോയി. കാലണ വേണമെങ്കിൽ കൈ നീട്ടണം. കുറെ സ്വർണം വിറ്റ് മുടിച്ചു. ഇനി ദേ ഈ കിടക്കുന്നതൊക്കെ ഉള്ളൂ. അതും മിക്കവാറും പോവും. കെട്ടുതാലി ഉൾപ്പെടെ. ശരിയാ,
കടക്കാരി വന്ന് കൊലവിളി നടത്തിയാലേ കെട്ടുതാലിയും വിൽക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാ ഞാൻ ജയിലിൽ നിന്ന് വരുമ്പോ എനിക്ക് മണ്ണും ഇല്ല പെണ്ണും ഇല്ല. താനിവിടുന്ന് ഇറങ്ങി ഇങ്ങ് വാ. അപ്പൊ തനിക്ക് മണ്ണുണ്ടാവും. 6 അടി മണ്ണ് തന്നെ വെട്ടിമൂടാനായിട്ട് കേട്ടോ. ഓ എടീ, എല്ലാം വിറ്റു തൊലച്ചിട്ട് ഇടയ്ക്ക് കാണാൻ വരുമ്പോ വായി വരുന്നതൊക്കെ മനുഷ്യന്മാർക്ക് സഹിക്കാൻ പറ്റാത്ത സംസാരങ്ങളാ. നന്നാകില്ലടോ, താനൊക്കെ ജന്മത്തെ നന്നാകില്ല. എടീ, ഏ? ആ. ശിവദാസനെ കാണുമ്പോ സുഖമാണോന്ന് ചോദിക്കണേ. ഓ